ഇതാണ് ഞാൻ, ആൻ്റണി. വലിയ വലിയ മോഹങ്ങളും ആഗ്രഹങ്ങളും ആശങ്കകളുമായാണ് ഞാനിവിടെ എത്തിയത്. പുതിയ മുഖങ്ങൾ, പുതിയ കൂട്ടുകാർ, പുതിയ അനുഭവങ്ങൾ. ഭയം, അതെന്നെ വേട്ടയാടിയ ദിനങ്ങൾ. ഹോം സിക്നെസ്, ലോൺലിനെസ്, ഇതെല്ലാം നിറഞ്ഞതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇയർ. കോളേജ് ലൈഫ് ചെറുതായി എൻജോയ് ചെയ്യാൻ തുടങ്ങിയ സമയം. സെക്കൻഡ് ഇയർ. എല്ലാത്തിൻ്റെയും തുടക്കം ഇവിടെ നിന്നായിരുന്നു. ഒരു സാധാരണ കോളേജ് സ്റ്റുഡൻറ്റിനെ പോലെ ഞാനും ഒരാളെ പ്രേമിക്കാൻ തുടങ്ങി. അവൾ എൻ്റെ ലൈഫിലെ മറക്കാനാവാത്ത മറ്റൊരനുഭവം, പ്രിയ. ഹലോ. എവിടെയായിരുന്നു? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. കിടക്കുമായിരുന്നു. നീ എന്തെടുക്കുക? ഞങ്ങൾ ഔട്ടിങ്ങിന് പോകാൻ ഒരുങ്ങുക. ഇത്ര നേരമായിട്ട് എണീച്ചില്ല. പള്ളിയിൽ പോകുന്നില്ല എന്ന്. പോണം. പിന്നെ ഞാനും വരട്ടെ ഔട്ടിങ്ങിന്? പോടാ, ഞാൻ ഒറ്റയ്ക്കല്ല, ഫ്രണ്ട്സ് ഉണ്ടോ ഒപ്പം. അവളോടൊപ്പമുള്ള നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അധികം സന്തോഷം നിറഞ്ഞ സമയങ്ങളായിരുന്നു. ഒരു വർഷം അതെങ്ങനെ തീർന്നുവെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. അവൾ അത്രമാത്രം എന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ തേർഡ് ഇയറിലായിരിക്കുന്നു. ഫ്രണ്ട്സ്. ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ അവളേക്കാൾ കൂടുതൽ എൻ്റെ ഫ്രണ്ട്സിനെ സ്നേഹിക്കുന്നു. പണ്ടാ എന്ത് ചൂട്! നീ കണ്ണു വരൂലേ? കറണ്ടിന് വൈകുന്നേരം വരുള്ളൂ. ഇനിയിപ്പോ എങ്ങും വന്നോട്ടില്ല. നീ എഴുതിക്കാറായോ? അവനെന്തി? അവനെപ്പോഴും ചത്ത് വിളിക്കുന്നുണ്ട്. ശരിക്കും എത്ര നേരമുണ്ട്? എത്ര എണ്ണം വേണം? അതുപോലത്തെ ഒരെണ്ണം പോരെ. വേറെന്തിനാ? നാളെ പിന്നീട് ബെറ്റർ അല്ലേ? വൈകിട്ട് എന്താ പരിപാടി? അടിയോടെ. അത് ഈ സമയത്ത് ആദ്യമൊക്കെ ബർത്ത്ഡേ പാർട്ടിക്കോ അല്ലെങ്കിൽ ഹാപ്പി ഒക്കേഷൻസിലോ ആണ് ഞാൻ മദ്യപിച്ചിരുന്നത്. ഇപ്പോൾ ആ സ്ഥിതി മാറിയിരിക്കുന്നു. കാരണം പ്രണയമാണ്. അതിന് സന്തോഷം തരുന്നത് പോലെ തന്നെ സങ്കടവും വേദനയും തരാൻ കഴിയുമെന്ന് ഞാൻ പഠിച്ചു. ഞാനും അവളും ബ്രേക്കപ്പ് ആയിട്ട് ഇപ്പോൾ ഒരു മാസം തികയുന്നു. ഞാൻ അവളെ വല്ലാതെ മിസ് ചെയ്യുന്നു. മനസ്സിനൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. നാളെ സെം എക്സാം തുടങ്ങിയാണ്. ഇതിപ്പോൾ 4ാമത്തെ തവണയാണ് ഞാനൊരു സെൻറ്റൻസ് വായിക്കുന്നത്. എക്സാം അതൊരു ചക്രവ്യൂഹം പോലെ കടന്നുപോയി. ആർക്കോ വേണ്ടി ഞാൻ ആ എക്സാം വെറുതെ എഴുതി. ഇപ്പോൾ ലൈഫ് പൂർണ്ണമായും എൻ്റെ കൈവിട്ടു പോയിരിക്കുന്നു. എന്താടാ, എന്താ പറ്റിയേ? നിനക്കെന്താ ദേവദാസൻ പ്രേതം വല്ലതും കൂടിയോ? വീടാളെ അവളല്ലേ വേറെ പെണ്ണ്. ദേ വന്നേ. സമയം പ്രകാശത്തിനേക്കാൾ വേഗത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് തോന്നുന്നു.
എന്ത് പെട്ടെന്നാണ് ഓരോ ദിവസവും പോകുന്നത്. നാളെ ഞങ്ങളുടെ തേർഡ് ഇയറിൻ്റെ റിസൾട്ട് വരുന്നു. ഹലോ, ആ നീ റെസ്യൂമേ പറ, ഞാൻ നോക്കാം, തെറ്റിച്ചോയാ. ആ ശരി ശരി. ആനന്ദ് എൻ്റെ കൂടെ നോക്കാം. ദൈവമേ, അച്ഛൻ എന്നും വിളിക്കുന്നത് പോലെ ഇന്ന് വിളിക്കരുതേ. ഹലോ പപ്പ. പിന്നെ എന്തെടുക്കുക? കഴിച്ചോ? കഴിച്ചു. ഇന്നല്ലേ റിസൾട്ട് വരുമെന്ന് പറഞ്ഞേ, എന്നിട്ട് വന്നോ? ആ വന്നു. എന്നിട്ട് അത് 3 വിഷയത്തിന് തോറ്റു. ഹലോ ഹലോ പപ്പ. ഏതൊരച്ഛനമ്മമാരെ പോലെയും എൻ്റെയും അച്ഛൻ എന്നോട് ദേഷ്യപ്പെട്ടു, ഫോൺ വെച്ചു. പക്ഷെ അതിനെ വല്ലാതെ തളർത്തി. കുറച്ചു നേരത്തേക്കെല്ലാം അവസാനിച്ചതുപോലെ തോന്നി. ജീവിതത്തിലേക്ക് വീണ്ടും ആ മോശ സമയങ്ങൾ തിരിച്ചു വരുവാണെന്ന് തോന്നുന്നു. ഒരു വശത്ത് ഞാൻ ഏറെ സ്നേഹിച്ച എൻ്റെ പെണ്ണിനെ വിട്ടുപോയിരിക്കുന്നു, മറുവശത്ത് തോൽവിയും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും. ഒരു ശരാശരി മനുഷ്യൻ ചെയ്യുന്നത് പോലെ നഷ്ടപ്പെടലുകളും സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും മറക്കാൻ ഞാനും വെള്ളമടിച്ചു, സിഗരറ്റ് വലിച്ചു. പിന്നെ ഒരു മാസമായി അച്ഛൻ എന്നോട് സംസാരിച്ചിട്ട്. തോൽവി, അതിന് ഇത്രയും ആഴമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ദയവ് ചെയ്ത് ഇനി എന്നെ വിളിക്കരുത്. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാം. മോനെ, അമ്മയാടാ. നീ എന്തെടുക്കായിരുന്നു? അമ്മേ, ഞാൻ പുറത്തു പോകാൻ ഇറങ്ങുമായിരുന്നു. കഴിച്ചോ നീ? അമ്മയോ? ഞാൻ കഴിച്ചു. ഭക്ഷണം ശരിക്കും കഴിക്കണം കേട്ടോ. രാവിലെ കഴിക്കാതിരിക്കരുത്. പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, ശരീരം നോക്കണേ. ഇനി എന്നാ ലീവ് കിട്ടുക? ക്രിസ്മസിന് വരുമോ? നിന്നെ കാണാൻ കൊതി തോന്നും. ലീവ് കിട്ടുമേ. 18 തൊട്ട് 26 വരെ ലീവാണ്. ആ തൂക്കുകയറിന് താഴെ നിന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ജീവിതത്തിലേക്കും മരണത്തിലേക്കും ഒരേ ദൂരമാണെന്ന്. പ്രശ്നങ്ങൾ എന്നെ വേട്ടയാടി തുടങ്ങിയപ്പോൾ, തോൽവി അതിനെ തളർത്തിയപ്പോൾ ഞാൻ കണ്ടെത്തിയ എളുപ്പവഴിയായിരുന്നു മദ്യപാനം. പക്ഷേ അതൊരിക്കലും എനിക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരികയോ തോറ്റ പരീക്ഷ പാസ്സാക്കുകയോ എന്നെ വിട്ടുപോയവളെ തിരിച്ചു നൽകുകയോ ചെയ്തില്ല. നേരെ മറിച്ച് എന്നെ കൂടുതൽ പ്രശ്നങ്ങളിലാഴ്ത്തി. അവസാനം ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി: മരണം. മരണത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, മരിക്കാൻ കാണിക്കുന്ന ധൈര്യം അതിനിടയാക്കിയ പ്രശ്നങ്ങൾ തീർക്കാൻ കാണിച്ചിരുന്നെങ്കിൽ അതെ, ഞാൻ ആത്മഹത്യ ചെയ്തില്ല. ഞാനിപ്പോൾ തിരിച്ചറിയുന്നു ജീവിതത്തെ, അതുപോലെ തന്നെ എൻ്റെ നല്ല സമയത്തെയും. ഇപ്പോൾ തോറ്റതിൽ പലതും ഞാൻ ജയിച്ചിരിക്കുന്നു, നഷ്ടപ്പെട്ടതിൽ ചിലത് തിരിച്ചു വന്നിരിക്കുന്നു. കൂട്ടത്തിൽ
അവളും. ഒരു മിനിറ്റ്. വീണ്ടും അങ്ങനെ വീണ്ടും നമുക്ക് പോവാം. ഞാൻ പറഞ്ഞിട്ടായിരുന്നു.